ഹായ് ഓൾ, വെൽക്കം ടു ദ XNY ക്ലാസ് 9 യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് റെയിൻഫോൾ ആൻഡ് റെയിൻ ഗേജ്. എന്താണ് റെയിൻഫോൾ അല്ലേ? നമ്മൾ ഒരുപാട് തരത്തിൽ ഇപ്പം ന്യൂസസിലൊക്കെ കാണുന്നുണ്ട്. ഇത്ര മില്ലിമീറ്റർ മഴ പെയ്തു, ഇത്ര മില്ലിമീറ്റർ മഴ പെയ്തു, ഇന്ന സ്ഥലത്ത് ഉരുൾപൊട്ടൽ സംഭവിച്ചു ഒക്കെ നമ്മൾ ഇപ്പം ഡെയിലി ന്യൂസിൽ കേൾക്കുന്നുണ്ട് അല്ലേ? നമ്മൾ വയനാട്ടിൽ റീസെൻ്റ് ആയിട്ട് ഇന്നലെ നടന്നു അല്ലേ? ഇന്നലെ ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ റെയിൻഫോളിൻ്റെ എഫക്റ്റ് എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് റെയിൻഫോള് മെഷർ ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെയിൻഫോൾ ആൻഡ് റെയിൻ ഗേജ്, അതായത് റെയിൻഫോൾ എന്താണ്, അതേപോലെ തന്നെ റെയിൻ ഗേജ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് എഫക്റ്റുകളും എന്താണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം റെയിൻഫോൾ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എന്താണ് റെയിൻഫോൾ? മഴ പെയ്യുന്നതിനാണ് നമ്മൾ റെയിൻഫോൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റെയിൻ ഗേജ് എന്താണ്? നിങ്ങൾ പുതിയതായിട്ട് കേൾക്കായിരിക്കും അല്ലേ? റെയിൻ ഗേജ് എന്താണെന്ന് നോക്കാം. റെയിൻ ഗേജ്, വാട്ട് ഈസ് എ റെയിൻ ഗേജ്? എന്താണ് റെയിൻ ഗേജ്? റെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ള ഈ സെയിം സാധനം തന്നെയാണ് നമ്മൾ റെയിൻ ഗേജ് എന്ന് പറയുന്നത്. റെയിൻ ഗേജ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ദ എമൗണ്ട് ഓഫ് precipitation ഓവർ എ സെറ്റ് ഓഫ് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു സെറ്റ് ഓഫ് പീരീഡ് ഓഫ് ടൈമിൽ നടക്കുന്ന റെയിൻഫോൾ മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റിനാണ് എന്ത് പറയുക, നമ്മൾ റെയിൻ ഗേജ് എന്ന് പറയുന്നത്. ഒരുപാട് തരത്തിൽ ഡിഫറെൻറ്റ് ടൈപ്പ് നമുക്ക് റെയിൻ ഗേജസ് കാണാൻ പറ്റും. ഇതൊരു മെഷറിംഗ് സിലിണ്ടർ ടൈപ്പ് റെയിൻ ഗേജ് ആണെന്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള അഗ്രികൾച്ചർ പർപ്പസിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണത് ഒരുപാട് തരത്തിലുള്ള റെയിൻഫോൾ മെഷർമെന്റ് എടുക്കാനുള്ള ഒരുപാട് റെയിൻ ഗേജസ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ മെഷറിംഗ് സിലിണ്ടർ ടൈപ്പ് മാത്രം നോക്കിയാലോ? നമ്മൾ മെഷറിംഗ് സിലിണ്ടർ ടൈപ്പാണ് നമ്മൾ കോമൺ ആയിട്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ നോക്കുന്നത്. അപ്പം എന്താണ്, നമുക്ക് നോക്കാം മെഷറിംഗ് ടൈപ്പ് എങ്ങനെയാണ്. മെഷറിംഗ് സിലിണ്ടർ ടൈപ്പ് റെയിൻ ഗേജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ മെഷറിംഗ് സിലിണ്ടർ ടൈപ്പ് റെയിൻ ഗേജ് കൺസിസ്റ്റ് ഓഫ് എ ഫണൽ ദാറ്റ് ഡയറക്ട്സ് റെയിൻ ഇൻ ടു എ ഗ്രാജുവേറ്റഡ് സിലിണ്ടർ ഫോർ മെഷർമെന്റ്. അതായത് ഈ ഫിഗറിൽ കാണാൻ പറ്റുന്ന പോലെ എന്താണ്, മുകളിൽ ഒരു ജാർ വെച്ചിട്ടുണ്ടാവും അല്ലെ? ഒരു കണ്ടെയ്നർ, ക്ലോസ്ഡ് കണ്ടെയ്നർ ഉണ്ടാവും, അതിന്റെ മുകളിൽ ഒരു ഫണൽ ഉണ്ടാവും. ആ ഫണലിൽ നിന്ന് എന്താണ്, ഒരു ബോട്ടിലേക്ക് കളക്ട് ചെയ്ത് വെക്കും. ആ ബോട്ടിൽ കളക്ട് ചെയ്ത് വെക്കുന്ന മഴയാണ് എന്ത്, നമ്മൾ മെഷറിംഗ് ജാർ ഉണ്ട്, ഇവിടെ മെഷറിംഗ് ജാർ ഉണ്ട്. മെഷറിംഗ് ജാറിൽ വെച്ചിട്ട് ഇത്രയാണോ അതിന്റെ മാർക്കിങ് വരുന്നത്, അതായത് എത്ര വെള്ളമാണോ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചത് അത് മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു, അതിലെത്രയാണോ മാർക്കിങ് വരുന്നത് അതാണ് നമ്മളുടെ എന്താണ് റെയിൻഫോളിന്റെ മെഷർമെന്റ്. അതായത് കോമൺ ആയിട്ട് വരുന്നത് മില്ലിമീറ്റർ എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, റെയിൻഫോൾ മെഷർ ചെയ്യുന്നത്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മളെ രാജ്യത്തൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ നോക്കാം എന്താണ് കറണ്ട് കണ്ടീഷൻ ഓഫ് റെയിൻ്റെ കറണ്ട് കണ്ടീഷൻ അല്ലെങ്കിൽ മെഷർമെന്റ് കേരളത്തിൽ എങ്ങനെയാണ് നോക്കാം. കേരളത്തിൽ നോക്കുന്നത്, കേരള എക്സ്പീരിയൻസസ് ഹെവി റെയിൻഫോൾ ഡ്യൂറിങ് ദ മൺസൂൺ സീസൺ. അതായത് ഇപ്പോൾ മഴക്കാലത്ത് ഹെവി റെയിൻഫോൾ ആണ് കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റുക. വിത്ത് ആൻ ആവറേജ് ആനുവൽ റെയിൻഫോൾ ഓഫ് എബൌട്ട് 3000 മില്ലിമീറ്റർ. അതായത് 3000 മില്ലിമീറ്റർ മഴയാണ് നമുക്ക് ഏകദേശം ഒരു വർഷത്തിൽ ലഭിക്കുന്നതെന്നാണ് കണക്ക് പ്രകാരമുള്ളത്. നമ്മുടെ ഈ ഒരു റീജിയനിൽ കാണാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ 3500 മുകളിൽ കിട്ടുന്ന റീജിയൻസ് ആണ് ഇവിടെ. ഇടുക്കി, പത്തനംതിട്ട അങ്ങനെയുള്ള റീജിയൻസും അതേപോലെ തന്നെ കാസർഗോഡ്, കോഴിക്കോട്, വയനാട് പോലത്തെ റീജിയൻസിലൊക്കെ എന്താണ് നമുക്ക് വർഷത്തിൽ 3500 മുകളിൽ കിട്ടുന്നുണ്ട് മഴ എന്നാണ് ഈ ഒരു കണക്ക് പ്രകാരം കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് നോക്കാം ഇന്ത്യയിലെ കേസ് എന്താണെന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. റെയിൻഫോളിന്റെ മെഷർമെന്റ്സ് എത്രയാണ് മെഷർ ചെയ്തെടുക്കണമെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. റെയിൻ മെഷർമെന്റ്സ് ഇൻ ഇന്ത്യയിൽ എത്രയുണ്ട്? ഇന്ത്യ ആവറേജ് ആനുവൽ റെയിൻഫോൾ ഈസ് അറൌണ്ട് 1200 millimeter with significant regional variation. The western Ghats and നോർത്ത് ഈസ്റ്റേൺ റീജിയൻസ് റിസീവ് ദ ഹയസ്റ്റ് റെയിൻഫോൾ. അതായത് ഇന്ത്യൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 1200 മില്ലിമീറ്റർ മഴയാണ് ആവറേജ് റെയിൻഫോൾ ആയിട്ട് കണക്കാക്കുന്നത്. അതിൽ തന്നെ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും അതേപോലെ തന്നെ വെസ്റ്റേൺ ഗഡ്സിലുള്ള സ്റ്റേറ്റ്സിലുമാണ് ഏറ്റവും കൂടുതൽ മഴ കാണുന്നതെന്നാണ് നമ്മൾ ഡാറ്റ പ്രകാരമുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, നമ്മൾ ഈ ഡേയ്സിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അല്ലേ? നമ്മൾ റെയിൻഫോളുമായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അതായത് ഓവർ റെയിൻഫോൾ കാരണം എന്തെങ്കിലും എഫക്റ്റ് ഇന്ത്യയിലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് നമ്മളിപ്പം തുടരെ ഇങ്ങനെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഏകദേശം ഡെത്ത് ടോൾ ഏകദേശം 100 ആയിട്ടുണ്ട്, 100 എബോവ് ആയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് വലിയ നാശനഷ്ടങ്ങളാണ് റെയിൻഫോൾ കാരണം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് കേരളത്തിന്റെ കേസ് ഒന്ന് നോക്കാം. എഫക്റ്റ് ഓഫ് റെയിൻ ഇൻ കേരള.
റെയിൻ എല്ലാ വർഷങ്ങളിലും മൺസൂൺ സീസണിൽ അധികം മഴയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. മൺസൂൺ സീസണിലാണ് നമുക്ക് മഴ കിട്ടുന്നത്. അപ്പോൾ ആ മൺസൂൺ സീസണിൽ ഹെവി റെയിൻഫോൾ ഇൻ കേരള ഓഫൺ ലെഡ്സ് ടു ഫ്ലഡിങ്. അതായത് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് എന്താണ് വെള്ളം കെട്ടി നിന്നിട്ട് എന്താണ് ഒരു ഫ്ലഡ് പോലെ അല്ല. നമുക്ക് 2018 ഏറ്റവും വലിയ ഫ്ലഡ് ആയിട്ട് നമുക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ഈ റീസെന്റ് ടൈംസിൽ 2018 അതിനുശേഷം 2019 ഉണ്ടായിട്ടുണ്ട്. 2024 ഈ ഒരു വർഷം കുറച്ച് ഫ്ലഡിന്റെ ഒരു എഫക്റ്റ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുന്നുണ്ട്. ലാൻഡ് സ്ലൈഡ്സ് എന്താണ് ഒരുപാട് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകുന്ന നമുക്ക് മുണ്ടക്കയിൽ ഇപ്പം റീസെന്റ് ആയിട്ട് നമുക്ക് 2 ദിവസം മുന്നേ ഇന്നലെ നടന്നിട്ടില്ലേ മുണ്ടക്കയിൽ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പുത്തുമല, അതേപോലെ തന്നെ കവളപ്പാറ, അങ്ങനെ ഒരുപാട് ലാൻഡ് സ്ലൈഡ്സ് എന്തായിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഡാമേജ് ടു ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ക്രൂഷ്യൽ ഫോർ അഗ്രികൾച്ചർ. അതായത് എന്താണ് അഗ്രികൾച്ചറിനും എന്താണ് ക്രൂഷ്യൽ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ഒരുപാട് വീടുകൾക്കൊക്കെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് എന്താണ് നമ്മളുടെ റിലീജിയസ് ആയിട്ടുള്ള പ്ലേസസിനും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹോസ്പിറ്റൽസിന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് റെയിൻ കാരണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇന്ത്യയിൽ, അതായത് ഇന്ത്യയിൽ ആകത്തുക നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആവറേജ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടായി നോക്കാം. എഫക്റ്റ് ഓഫ് റെയിൻ ഇൻ ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചിറാപുഞ്ചി, അതായത് സിക്കിമിലുള്ള ചിറാപുഞ്ചി എന്ന് പറഞ്ഞ ഏരിയ ആണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന റീജിയൻ എന്നാ പറഞ്ഞ. പക്ഷെ എന്താണ് ഇന്ത്യയിലും ഇതേപോലെ തന്നെ ഇന്ത്യയിൽ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ പോലും എന്താണ് കേരളത്തിനേക്കാളും അപ്പുറം എന്താണ് റെയിനിന്റെ എഫക്റ്റ് കിട്ടുന്ന ഒരുപാട് ഏരിയകളുണ്ട്. ഉത്തരാഖണ്ഡ്, അതേപോലെ തന്നെ ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, അങ്ങനെയുള്ള ഒരുപാട് സ്റ്റേറ്റ്സിൽ എന്തുണ്ട് ഈ റെയിനിന്റെ ഓവറായിട്ടുള്ള എഫക്റ്റ് കാരണം ലാൻഡ് സ്ലൈഡ്, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അഗ്രികൾച്ചർ പർപ്പസിന് വരെ എന്താണ് അഗ്രികൾച്ചർ പർപ്പസ് വരെ നശിപ്പിച്ചു പോകുന്ന അത്തരത്തിലുള്ള സംഭവങ്ങളും ഫ്ലഡിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ ഇന്ത്യയിൽ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ. അങ്ങനെയാണ് നമ്മളെ ഇന്ത്യയിലൊക്കെ എഫക്റ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് റെയിൻഫോൾ എന്താണെന്നാണ് ഇന്ന് പഠിച്ച. റെയിൻഫോൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് പഠിച്ചു. റെയിൻഫോൾ മെഷർ ചെയ്യുന്ന ആ ഇൻസ്ട്രുമെന്റിനാണ് നമ്മൾ റെയിൻ ഗേജ് എന്ന് പറയാം. നമ്മൾ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വെതർ അപ്ഡേഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് റെയിൻ ഗേജ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് തുടരുന്ന വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് നോട്ടിഫിക്കേഷൻ എല്ലാവരും എനേബിൾ ചെയ്തേക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അല്ലേ. ഒരുപാട് ആൾക്കാർ എന്താണ് റെയിൻഫോള്, നിങ്ങൾ 409 ഏകദേശം 409 മില്ലിമീറ്റർ മഴയാണ് നമ്മളുടെ ആ ഒരു ചൂലൂർ പുഴയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചൂലൂർ മലയിൽ ഉണ്ടായിട്ടുള്ളത് അത്രയും മഴയാണെന്നാണ്. അപ്പോൾ മഴ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ലാവില്ല. അപ്പോൾ എന്താ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും സ്റ്റേ സേഫ്. അപ്പോൾ താങ്ക് യു ഓൾ.